ഇനിയുള്ള 52 ദിവസക്കാലം ബോട്ടുകളിൽ എഞ്ചിന്റെ താളം നിലയ്ക്കുന്നതോടെ മത്സ്യബന്ധന മേഖല നിശ്ചലമാകും. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യബന്ധനത്തിന് പോകുന്ന സംസ്ഥാനത്തെ 10,000-ഓളം ബോട്ടുകൾ കരയ്ക്കടുപ്പിക്കുമ്പോൾ മീൻപിടുത്തം ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുടെ ജീവിതം താളം തെറ്റും. ട്രോളിംഗ് നിരോധനത്തിന് പകരം മത്സ്യം പിടിക്കുന്നതിന് നിയന്ത്രണമാണ് വേണ്ടതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മീൻപിടുത്ത നിരോധനം മൂലം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലമരുമ്പോൾ വിദേശ കപ്പലുകൾ യഥേഷ്ടം മീൻ പിടിക്കുകയാണ്. ഇതിന് സർക്കാർ തലത്തിൽ നടപടി വേണമെന്നാണ് ആവശ്യം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ലെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. നിരോധനം തുടങ്ങുന്ന ദിവസം അർദ്ധരാത്രി 12-ന് മുമ്പായി എല്ലാ ബോട്ടുകളും ഹാർബറുകളിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശം. തീരത്തടുപ്പിച്ച ബോട്ടുകൾ നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31-ന് രാത്രി 12-ന് ശേഷമേ മത്സ്യബന്ധനത്തിന് പുറപ്പെടാൻ പാടുള്ളൂ. എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും കടലിൽ മത്സ്യബന്ധനത്തിന് പോകാം. എന്നാൽ കുഞ്ഞൻ മീനുകളെ പിടിക്കുന്നതിന് നിരോധനമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇടയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ യുവാക്കൾ കടൽ സുരക്ഷാ സേനാംഗങ്ങളായി ട്രോളിംഗ് നിരോധന സമയത്ത് പ്രവർത്തിക്കും. ഈ സമയത്ത് പട്രോളിങ്ങിനും കടൽ രക്ഷാ പ്രവർത്തനങ്ങൾക്കുമായി എല്ലാ തീരദേശ ജില്ലകളിലുമായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോട്ടുകളും നിരീക്ഷണത്തിനിറങ്ങും.